ഗുരുശരണം. പരമകാരുണ്യവാനും എൻ്റെ സർവസ്വമായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിൻ്റെ വത്സല ശിഷ്യ അഭിവന്ദ്യ ശിഷ്യപൂജിത ഗുരുവിൻ്റെയും പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യജ്ഞാന തപസി, സർവാദരണീയരും സമാധാരണീയരും ആദരണീയരുമായ സന്യാസിനിമാർ, ബ്രഹ്മചാരികൾ, ബ്രഹ്മചാരിണികൾ, ആത്മവിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ മെൻറ്റർ ഡോക്ടർ കിരൺ, ഡോക്ടർ സോമനാഥൻ, മിസ്റ്റർ രവിരാജ്, പ്രിയമുള്ള ആത്മബന്ധുക്കളെ, ശാന്തിഗിരി സന്യാസ ദീക്ഷയുടെ 40ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായും ആദരവായും നിയോഗമായും ഞാൻ കാണുന്നു. ഈ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ കേട്ടതുപോലെ പല പല സത്സംഗങ്ങൾ നടക്കുകയുണ്ടായി. അതിലെല്ലാത്തിലും മറ്റാത്മീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരെയുള്ള പ്രമുഖരായ വ്യക്തികൾ സന്യാസത്തെപ്പറ്റി പല അറിവുകൾ നമുക്ക് പകർന്നിട്ടുണ്ട്. സന്യാസത്തെപ്പറ്റി കൂടുതൽ പറയാനുള്ള ഒരു പാണ്ഡിത്യം ഒന്നും എനിക്കില്ല. എന്നിരുന്നാലും ആദ്യമായിട്ട് എനിക്കൊരു പ്രാർത്ഥനയാണ് സമർപ്പിക്കാനുള്ളത്. അതായത് ശാന്തിഗിരിയിലെ സന്യാസ സംഘം ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് അവരുടെ ദൗത്യം പൂർത്തിയാകട്ടെ എന്നുള്ള പ്രാർത്ഥന, ഗുരുവിൻ്റെ കാരുണ്യം എപ്പോഴും അവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ അർപ്പിക്കുകയാണ്. സന്യാസത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ശാന്തിഗിരിയിൽ വന്നതിന് ശേഷമാണ്. ഗുരുമുഖത്തു നിന്നും ഗുരുവാണി വായിച്ചും നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചും ബഹുമാന്യരായ സന്യാസികളുടെ പ്രസംഗങ്ങൾ കേട്ടുമൊക്കെയാണ് ഞാൻ സന്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയത്. അത് വെറും ബേസിക്സ് മാത്രമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ വേദിയിൽ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ശാന്തിഗിരിയിലെ സന്യാസത്തെപ്പറ്റി നോക്കിയാൽ ഇന്ന് ലോകത്ത് കാണുന്ന സന്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലാണ് ശാന്തിഗിരിയിലെ സന്യാസം. ലോക സന്യാസത്തിൻ്റെ തിരുത്താണ് ഇവിടുത്തെ ഗുരുധർമ്മ പ്രകാശ സഭ എന്ന് പറയാം. ഇത് പറയുന്നതിന് കാരണങ്ങളുണ്ട്, ഒരു ഭംഗിയായിട്ട് പറയുന്നതല്ല. ഒന്ന്, ദേവീദേവ സങ്കല്പത്തിൻ്റെ കീഴിലുള്ള സന്യാസി സംഘം ആത്യന്തികമായിട്ടൊന്നും ആർജിക്കുന്നില്ല. ആയിരക്കണക്കിന് ദേവീദേവ ദർശനങ്ങൾ കിട്ടിയാലും ഒരു ഫലവുമില്ല. കാരണം എന്താണ്? ഈ സങ്കല്പങ്ങൾക്കൊന്നും ആത്മവിദ്യയിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് കാരണം. രണ്ടാമത്, നമ്മുടെ സന്യാസി സംഘത്തിൻ്റെ പ്രത്യേകതയാണ് അതിനെ ഏറ്റവും യുണീക്കാക്കി മാറ്റുന്നത്. ഒന്നുമെന്താണ്? പൂർണ്ണനായ ബ്രഹ്മസ്വരൂപനായ ഒരു ഗുരുവിൻ്റെ ഡയറക്റ്റ് ശിക്ഷണത്തിലാണ് ഇവിടുത്തെ ഗുരുധർമ്മ പ്രകാശ സഭ. ബ്രഹ്മവാക്കാണ് അവരുടെ കർമ്മം. ബ്രഹ്മദാനകമായി കിട്ടിയ ആശയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ലോക സന്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലാണ് നമ്മുടെ സന്യാസ സംഘം. സന്യാസത്തെപ്പറ്റി ബേസിക്കായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ, ആരാണ് സന്യാസി, എന്താണ് സന്യാസം, സന്യാസത്തിൻ്റെ കർമ്മം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നൊക്കെയാണ് എൻ്റെ ചിന്തയിലൂടെ കടന്നു വരുന്നത്. സന്യാസിയാകാനുള്ള യോഗ്യത എന്താണ്, അത് നമുക്ക് ആദ്യം നോക്കാം. 1984 ഒക്ടോബർ മാസത്തിലെ വിജയദശമി നാളിൽ ആദ്യ സന്യാസ സംഘത്തിന് ഗുരുരൂപം കൊടുത്തപ്പോഴാണ് സന്യാസത്തിൻ്റെ യഥാർത്ഥ യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതൊരു വിദ്യാഭ്യാസ യോഗ്യതയോ സാമ്പത്തിക യോഗ്യതയോ കുടുംബ മഹിമയോ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ ഭാഷയോ ദേശമോ വർഗമോ വർണ്ണമോ ജാതിയോ ഒന്നുമല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെന്താണ്? അത് ജീവൻ്റെ യോഗ്യതയും വാസനയുമാണ് ഗുരുമാനന്ദമായിട്ടെടുത്തത്. ഗുരുവിൻ്റെ ജീവൻ്റെ യോഗ്യതയും വാസനയും നമ്മൾ ചിന്തിക്കുമ്പോൾ, കാലങ്ങളായിട്ട് കടന്നു വരുന്ന ഒരു ജീവൻ ജ്ഞാനമാർഗത്തിലൂടെ കലിയുഗത്തിന് ധർമ്മം പൂർത്തീകരിക്കുന്ന ആളാണ് സന്യാസി. അപ്പോൾ അതിന് ജീവൻ്റെ യോഗ്യതയും വാസനയും നോക്കിയേ തീരൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സന്യാസം ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒരു താലികെട്ട് കല്യാണമോ ഒരു പെറുക്കിക്കൂട്ടലോ ഒന്നുമല്ല. ത്യാഗത്തിൻ്റെ വഴിയേ ഉള്ള
ഒരു പരിശ്രമം മാത്രമാണ് സന്യാസം. എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. കലിയുഗധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ബ്രഹ്മേച്ഛനുസരിച്ച് ലോകത്തിൻ്റെ കർമ്മഗതി ശുദ്ധീകരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഗുരുധർമ്മ പ്രകാശ സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സന്യാസം, അല്ലെ ആരാണ് സന്യാസി? സന്യാസം എന്ന് പറയുന്നത് ശരിക്കും ത്യാഗമാണ്. നമ്മൾ നോക്കിയാൽ ഇന്ന് കാണുന്ന മഹാത്മാക്കളെല്ലാം അവരുടെ പ്രവൃത്തിയിലൂടെ ത്യാഗം ആർജിച്ചവരാണ്. അവർക്ക് മാത്രമേ ഈ ലോകത്ത് ശാശ്വതമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അവരെ ഓർമ്മകളും അവരെ ആശയങ്ങളും ഇന്നും നിലനിൽക്കുന്നത് അവർ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഇപ്പം നമുക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനോ പ്രവാചകൻ മുഹമ്മദ് നബിയോ ശ്രീബുദ്ധനോ ഒക്കെ നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ത്യാഗത്തിൻ്റെ ഒരു വലിയ മല തന്നെ നമുക്ക് കാണാം, ഒരു വലിയ കൂമ്പാരം തന്നെ നമുക്ക് കാണാം. മഹാത്മാഗാന്ധിയുടെ ത്യാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മഹാശക്തിയെ സമാധാനത്തിൻ്റെ സന്ദേശം കൊണ്ട് മുട്ടുകുത്തിച്ച ആ ചരിത്രം നമ്മൾ ആരും ഇതുവരെ വിസ്മരിച്ചിട്ടില്ല. അപ്പോൾ ത്യാഗമാണ് പ്രധാനം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത്, എന്താണ് ത്യാഗം? ത്യാഗം എന്ന് പറയുന്നത് ത്യജിക്കലല്ല. ത്യാഗം എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. എന്താണ് കർമ്മം? താനെന്ന ഭാവമില്ലാതെ, തനിക്ക് വേണ്ടി എന്നുള്ള തോന്നൽ കൂടാതെ ചെയ്യുന്ന എല്ലാ കർമ്മവും ത്യാഗമാണ്. പ്രത്യേകിച്ചും അത് പ്രസ്ഥാനത്തിനും ആശയത്തിനും വേണ്ടി ചെയ്യുമ്പോൾ. അപ്പോൾ താനെന്ന ഭാവമില്ലാതെ, തനിക്ക് വേണ്ടി എന്ന തോന്നൽ കൂടാതെ ചെയ്യുന്ന കർമ്മം ശരിക്കും ത്യാഗമാണ്. താൻ എന്ന തോന്നൽ ഒരു അഹങ്കാരത്തിൻ്റെ രൂപമാണ്. അത് ഈശ്വരാനുഗ്രഹത്തെ മറയ്ക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു അണുവെങ്കിലും താനെന്ന ഭാവം ഉണ്ടെങ്കിൽ ആ കർമ്മത്തിൽ ത്യാഗമില്ല. അങ്ങനെ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവന് മാത്രം പ്രയോജനം. അവൻ്റെ വലിപ്പത്തിലും തൂക്കത്തിലും ആ കർമ്മം കാണും. കർമ്മഫലവും ഈ കർമ്മഫലവും അവൻ തന്നെ അനുഭവിക്കുന്നു. അവന് ശേഷം ആ കർമ്മഫലം ഇല്ലാതാകുന്നു. അപ്പോൾ ബാക്കി ഒന്നും ശേഷിക്കുന്നില്ല, ആർക്കും വേണ്ടി ഒന്നും ശേഷിക്കുന്നില്ല. എന്നാൽ ഒരു ത്യാഗ് ചെയ്യുന്ന എന്താണ്? അവൻ പ്രാർത്ഥനയോട് കർമ്മം ചെയ്യുന്നു. നമ്മുടെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ തണലിൽ അവൻ കർമ്മം ചെയ്യുന്നു. കർമ്മം ചെയ്യുമ്പോഴും അവൻ്റെ ഒരു പ്രാർത്ഥന എന്താണ്? സർവശക്ത, അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് ഞാൻ ചെയ്യുന്നു. ഈ കാണുന്നതെല്ലാം അങ്ങയുടേതാണ്. ഞാനും എൻ്റെ ശരീരവും എൻ്റെ കർമ്മവും എല്ലാം അങ്ങയുടേതാണ്. അപ്പോൾ അത് അർപ്പിത കർമ്മമായി. സന്യാസിക്ക് വേണ്ടി സന്യാസി ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കർമ്മഫലവും സന്യാസി ആഗ്രഹിക്കുന്നില്ല. ഈശ്വരനാണ് ഈ കർമ്മഫലം വേണ്ടാതാനും. അപ്പോൾ ഈ കർമ്മഫലം ലോക നന്മയ്ക്കായിട്ട് ഉതകുന്നു. അങ്ങനെയാണ് ത്യാഗത്തിൻ്റെ മഹിമ അനുഭവപ്പെട്ടു വരുന്നത്. ത്യാഗത്തിലൂടെ മാത്രമാണ് ഈ മഹാത്മാക്കളെല്ലാം ഇന്ന് ലോകത്ത് കാണുന്നതെല്ലാം ആർജിച്ചിരിക്കുന്നത്. അപ്പോൾ ത്യാഗത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നീട് സന്യാസിയുടെ കർമ്മം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ശാന്തിഗുരു സന്യാസത്തിന് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദിശാബോധം വളരെ കൂടുതലാണ്. വളരെ എളുപ്പമാണ് കർമ്മ മേഖല. കാരണം ഗുരു പറയുന്ന വാക്ക് ഓരോരുത്തരുടെ കർമ്മഗതി നോക്കി ഗുരു നിർദ്ദേശിക്കുന്ന കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ശാന്തിഗുരു സന്യാസംഘത്തിൻ്റെ പ്രധാന ദൗത്യം. ഒരു പക്ഷേ ആദ്യം ഗുരുവാക്ക് യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തതാണെന്ന് തോന്നാം, തെറ്റാണെന്ന് തോന്നിയേക്കാം. എന്നിരുന്നാലും തെറ്റും ശരിയും നോക്കാതെ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ കർമ്മം ചെയ്ത് തീരുമ്പോൾ തെറ്റിൻ്റെ സ്ഥാനത്ത് ശരികൾ കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ശരികൾ കൊണ്ട് നിറയും അവിടെ. അതാണ് ശരിക്കുള്ള ഗുരുവാക്കനുസരിച്ചുള്ള കർമ്മം ചെയ്താലുള്ള ഫലം. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഗീതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണനും അർജുനുമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധമാണ്. അപ്പോൾ കർമ്മഗതി നോക്കി കർമ്മം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, ആ കർമ്മം ചെയ്യുന്നു. കർമ്മം വിജയത്തിലേക്കും ദൗത്യപൂർത്തീകരണത്തിലേക്കും നടക്കുന്നു. അതായത് ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള ഈ 3 കാലത്തിലെയും കർമ്മങ്ങൾ കണ്ടിട്ട് എന്താണ് ശരി, ആരാണ് ഗുരു, ആരാണ് ശിഷ്യൻ, ശിഷ്യൻ്റെ കർമ്മം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന, എന്ന് ആത്മാവിൽ ബോധ്യപ്പെടുത്തുന്ന ഗുരുവാണ് ശരിക്കുള്ള ത്രികാലജ്ഞാനിയായ ഗുരു അല്ലെങ്കിൽ സദ്ഗുരു. അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ വാക്കാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇതൊരു പരമമായ അറിവാണ്. ഈ അറിവ് ആദരിക്കലാണ് ശരിക്കുള്ള ഈശ്വര ആരാധന പോലും. അത് തന്നെയാണ് ഗുരുമാർഗത്തിലൂടെ ഈശ്വരാരാധന വേണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സന്യാസിയെ പറ്റി പറയുമ്പോൾ ആത്മീയത മാത്രം പോരാ, ഭൗതികത്തിലും മേധാവിത്വം ഉണ്ടാവണം. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ എല്ലാ കർമ്മത്തിലും ഇടപെട്ടിട്ട് മാർഗനിർദ്ദേശം ചെയ്യേണ്ട ആളാണ് സന്യാസി.
അതുമാത്രമല്ല, ഈ കർമ്മങ്ങളെല്ലാം ദൈവനീതിയിൽ എത്തിക്കേണ്ട ചുമതലയും സന്യാസിക്കാണ്. സന്യാസിക്ക് വേണ്ടുന്ന പ്രാർത്ഥനയും സപ്പോർട്ടും കൊടുക്കേണ്ടത് ഗൃഹസ്ഥനാണ്. താങ്ങും തണലും കൊടുത്ത് അവരെ അവരെ നിലനിർത്തണം. അത് ഗൃഹസ്ഥാശ്രിയുടെ കർത്തവ്യവും ധർമ്മവുമാണ്. ഒരു ചക്രവർത്തിയുടെ അന്തസ്സും ആഭിജാത്യവും സൂക്ഷിക്കുന്നവനാണ് സന്യാസി. ദാസൻ്റെ വിനയവുമുണ്ട്. തപോനിഷ്ഠനും സദ്ഗുണസമ്പന്നനുമാണ്. ലോക നന്മയാണ് ലക്ഷ്യം. ചരാചരങ്ങളുടെയും ക്ഷേമമാണ് ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെയാണ് സന്യാസത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്യാസത്തിനെ പറ്റി വാർഷികമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശാന്തിഗിരി ഒരു മഹത്തായ ധർമ്മ സാമ്രാജ്യമാണ്. ഇവിടെ സകല കർമ്മങ്ങളും നവീകരിക്കപ്പെടുന്നു, പൗത്രീകരിക്കപ്പെടുന്നു. ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കർമ്മം ഈ ലോകത്ത് ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കർമ്മമാണ്. ഒരറിവുമില്ലാത്ത, പറഞ്ഞോ കേട്ടോ പോലും അറിയാത്ത നമ്മളെ കൊണ്ട് യുഗാന്തരങ്ങളായി വന്നുപോയ തെറ്റിന് തിരുത്തിക്കുന്ന കർമ്മമാണ് ഗുരു നമ്മളിലൂടെ ചെയ്യുന്നത്. അതിലൂടെ തന്നെ നമ്മളെല്ലാവരും, സന്യാസി സംഘവും നമ്മളെ വിശ്വാസികളും ഗൃഹസ്ഥരും എല്ലാവരും ആ ബ്രഹ്മനിശ്ചയത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇത് വളരെ സൂക്ഷിച്ചെടുക്കേണ്ട വിഷയമാണ്. ബ്രഹ്മദാനമായി കിട്ടിയ ആശയമാണ്. അത് മാനിച്ചെടുക്കണം. മാനിച്ചെടുത്തില്ലെങ്കിൽ പരമ്പരയിൽ നിന്ന് ഈ ആശയം മാറിപ്പോകും എന്നുള്ള ഗുരുവിൻ്റെ താക്കീത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. എന്നെ ഈ പ്രഭാഷണത്തിന്, ഈ സംസാരത്തിന് വിളിച്ചപ്പോൾ ഇതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നത് അനുഭവം എന്തെങ്കിലും പറയണമെന്നാണ്. ഈ ആത്മീയത്തിലെ കാണാപ്പുറങ്ങളുടെ ടോപ്പിക്ക് എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി അറിഞ്ഞത് തന്നെ. അങ്ങനെ സമയമുണ്ടെങ്കിൽ ഒരു അനുഭവം കൂടെ പറയാം, അല്ലെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. മോഡറേറ്റർ സാർ, ചുരുക്കി പറയാം. അനുഭവം പറയുന്നത് വളരെ ഒരു ചെറിയ കാര്യമല്ല. കാരണം ഭക്തിഭാവത്തിൽ ശ്രവണം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പല പല ഭക്തിഭാവങ്ങളുണ്ട്. ശ്രവണമുണ്ട്, സ്മരണമുണ്ട്, കീർത്തനങ്ങളുണ്ട്, വന്ദനമുണ്ട്, പാദസേവനമുണ്ട്, സഖ്യമുണ്ട്, ദാസ്യമുണ്ട്, ബ്രഹ്മനിയോജിത കർമ്മമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭക്തിഭാവങ്ങളുണ്ട്. അതിലൊന്നാണ് ശ്രവണം. ശ്രവണം എന്ന് പറയുമ്പോൾ ഗുരു മാഹാത്മ്യത്തെപ്പറ്റി പറയുകയും കേൾക്കുകയും അത് മനനം ചെയ്യുകയും എന്നിട്ട് ആ വിഷയത്തെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാര്യമാണ് ശ്രവണഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു അനുഭവം പറയാമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഞാൻ ഏതാണ്ട് 81കളിലാണ് എനിക്ക് ഗുരുദർശനം ഉണ്ടാവുന്നത്. ഗുരുലാഭം അന്ന് തൊട്ട് കിട്ടിയെന്ന് എനിക്ക് പറയാം. അതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, ചെറുതും വലുതുമായ അനുഭവങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഉദ്ദേശം ഞാൻ ഓർക്കുകയാണെങ്കിൽ 4 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട പ്രതീതി എനിക്കുണ്ടായിട്ടുണ്ട്. 4 പ്രാവശ്യം. ശരിക്കും പറഞ്ഞാൽ ഗുരുകാരുണ്യം കൊണ്ട് മാത്രമാണ് ആ ഘട്ടം കഴിഞ്ഞ് കിട്ടിയത് എന്നെനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. ഏറ്റവും അവസാനത്തെ കാര്യം മാത്രമേ ഞാനിപ്പോൾ ഈ ചുരുക്ക സമയത്ത് പറയുന്നുള്ളൂ. അത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് എനിക്ക് ചെറിയ അസുഖങ്ങളുണ്ടായിരുന്നു. ചെറിയൊരു നടുവേദന പോലെ വന്നിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ശിഷ്യപൂജിത ഗുരുവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറഞ്ഞെങ്കിൽ ഉടൻ തന്നെ എന്നോട് പറഞ്ഞു വേണ്ട ടെസ്റ്റുകളൊക്കെ ഉടനെ ചെയ്യണം, താമസിക്കേണ്ട, സ്കാൻ ഉൾപ്പെടെ എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോൾ നട്ടെല്ലിന് ഒരു കശേരുവിന് ചെറിയ ബലക്കുറവും ഒരു പക്ഷേ പൊട്ടിപ്പോകാവുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസാണ് കണ്ടത്. അപ്പോൾ ഗുരു പറഞ്ഞു വളരെ സൂക്ഷിക്കണം, ബാക്കി എല്ലാ ടെസ്റ്റും കൺക്ലൂഡ് ചെയ്തിട്ട് മരുന്നുകൾ കഴിക്കണം, പൂർണ്ണ റെസ്റ്റ് ഒരു 3-4 മാസത്തേക്ക് എടുക്കണം, ഒട്ടും യാത്ര ചെയ്യരുത്, ജോലിക്കും പോകണ്ട, വീട്ടിൽ റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അലോപ്പതി മരുന്ന് കഴിക്കാം, അതിൻ്റെ കൂടെ ഗുരു കൊടുത്ത് വെച്ച മരുന്നും കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചു തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ എല്ലാ അസുഖങ്ങളും, വേദനയാണല്ലോ എൻ്റെ പ്രശ്നം, അതെല്ലാം കംപ്ലീറ്റ് മാറി. ഒരു വേദനയില്ല, നടക്കാനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചു. സുഖം തോന്നുമ്പോഴൊക്കെ ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും ആശുപത്രിയിൽ പോട്ടെ എന്ന്. അപ്പം ഗുരു തിരിച്ചുകൊണ്ട് പറയും വേണ്ട, 4 മാസത്തെ റെസ്റ്റ് പീരീഡ് അല്ലേ പറഞ്ഞത്, കഴിയട്ടെ എന്ന് പറയും. അങ്ങനെ കുഴപ്പമില്ലാതെ ഞാൻ പോയി മരുന്ന് ഗുരു പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ മരുന്നും അലോപ്പതി മരുന്നും കഴിച്ച് റെസ്റ്റ് എടുത്തു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിഞ്ഞ് പോവുകയായിരുന്നു. അപ്പോൾ ഡിസംബർ 5-ാം തീയതി രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ അവിടെ കസേരയിൽ ഇരുന്നപ്പോൾ എനിക്കെന്തോ ഒരു ശ്വാസം തികയാത്തണക്ക് തോന്നി. എനിക്കങ്ങനെ സാധാരണ ആസ്മയും ശ്വാസം മുട്ടൊന്നും വരുന്ന ആളല്ല.
അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. ഇരുന്നപ്പോൾ കുഴപ്പമില്ല, കിടന്നപ്പോഴും നടന്നപ്പോഴും ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോഴേ എനിക്ക് ചില വാർണിംഗ് ബെൽസ് മനസ്സിലടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ മകളവിടെയുണ്ട്, മകളെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ കൊല്ലത്ത് നോക്കുന്ന ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ സാച്ചുറേഷൻ എല്ലാം നോർമലാണ്, ഡോക്ടർക്കുള്ള പേടിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനല്ല, ടെസ്റ്റുകളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ട്, നെഞ്ചിൻ്റെ സ്കാൻ, ECG അതുപോലുള്ള ടെസ്റ്റുകൾ, ഈ ലങ്സിലേക്ക് പോകുന്ന രക്തക്കുഴലിലെ ആൻജിയോഗ്രാം എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ കാലിലെ വെയിൻ ബ്ലോക്കായിട്ട് ആ ബ്ലോക്കായ രക്തക്കട്ട ഓടി മേപ്പോട്ട് വന്നിട്ട് റൈറ്റ് ലങ്ങിലേക്ക് പോകുന്ന മെയിൻ രക്തക്കുഴൽ അടച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ബ്ലോക്കാണ്. റൈറ്റ് പൾമണറി ആർട്ടറി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. പ്യൂരിഫിക്കേഷൻ മൊത്തം നടക്കുന്നത് ലെഫ്റ്റ് ലങ് മാത്രം. റൈറ്റ് ലങ് പ്രവർത്തന ശൂന്യമായിരിക്കുകയാണ്. ബ്ലഡ് അങ്ങോട്ട് പോകുന്നില്ല, കംപ്ലീറ്റ് ബ്ലോക്കാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ യാതൊരു കാര്യമായ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. ചെറിയ ഒരു ശ്വാസം മുട്ട് പോലെ തോന്നിയെന്നല്ലാതെ ആർക്കും അത് ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റിയ സമയമായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാനത് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ തന്നെ ഇവിടെ ഗുരുവിനെ അറിയിപ്പിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് വളരെ സീരിയസ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇത് ഒരു സൈഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്, മറു സൈഡിലും ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം വെയിൻ ബ്ലോക്ക്, കാലിലെ വെയിൻ ബ്ലോക്കാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ രക്തം രക്തക്കട്ടകൾ പീസായിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. അത് മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്താലും പെട്ടെന്ന് അത് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ നമ്മൾ സൂക്ഷിക്കുക, റെസ്റ്റ് എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ICUയിൽ കിടത്തി നടന്ന ബാത്റൂമിൽ പോകാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കുടിക്കാനൊക്കെ എനിക്ക് അവിടെ കിടന്നപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ഇവർ പറയുന്ന ഒരു ലക്ഷണങ്ങളും എനിക്കില്ല. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഈ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ രക്തക്കുഴൽ വഴി ട്യൂബ് അകത്തേക്കിട്ട് മേളിൽ കൊണ്ട് വന്നിട്ട് ഈ ബ്ലോക്കായിരിക്കുന്ന വെയിൻസിൻ്റെ ആ ബ്ലോക്കെല്ലാം, ആ ക്ലോട്ട് മൊത്തം റിമൂവ് ചെയ്യുക. ഇങ്ങനെ സക്ക് ചെയ്ത് വലിച്ചെടുത്ത് ആ ബ്ലോക്ക് മാറ്റി രക്തഓട്ടം പുനഃസ്ഥാപിക്കണം. ഇത് കുറച്ച് റിസ്ക്കുള്ള പ്രൊസീജിയറാണ്. പക്ഷേ അതാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അതാണ്. അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എക്സ്പെൻസീവ് പ്രൊസീജിയറുമാണ്, പക്ഷേ റിസ്ക്കും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇതുവരെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നുകൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒരു 25% താഴെയാണ് ഇമ്പ്രൂവ്മെൻറ്റിന്. അത് ദിവസങ്ങൾ എടുക്കും. അപ്പോൾ അതിനകം എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വിവരം ഗുരുവിനെ അറിയിച്ചു. ഗുരു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യുക, ഇവരൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പിറ്റേന്ന് രാവിലത്തെ തന്നെ അവരെന്നെ ഇതിൻ്റെ ഉള്ള തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്ത് ബ്ലോക്ക് റിമൂവ് ചെയ്ത് 85% ബ്ലോക്ക് റിമൂവ് ചെയ്ത് സർക്കുലേഷൻ പുനഃസ്ഥാപിച്ചു, റൈറ്റ് ലങ്ങിലേക്ക് പുനഃസ്ഥാപിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം 24 മണിക്കൂറായിട്ട് ഈ ലങ്സ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ പ്രവർത്തന ഇല്ലാത്ത സമയം കൊണ്ട് ഈ ലങ്സ് ചുരുങ്ങിപ്പോയോ, ഇനി വീണ്ടും പ്രവർത്തിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ രക്തം ഓടി തുടങ്ങിയപ്പോഴത്തേക്ക് ലങ്സ് പഴയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ ഒരു 15% ബ്ലോക്ക് അവർ അത് സാരമില്ലാതെ മരുന്നുകൊണ്ട് മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഏതാണ്ട് 4-5 ദിവസം കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് നോർമലായി. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഇങ്ങനൊരു സീരിയസ് അസുഖം വന്നിട്ട് ഇത്ര എളുപ്പത്തിൽ സില്ലിയായിട്ട് കൊല്ലത്ത് വെച്ച് തന്നെ എല്ലാവരും ഉള്ള സമയത്ത് എനിക്ക് അസുഖം തോന്നി. എല്ലാവരും ഉള്ള ഡോക്ടേഴ്സ് എല്ലാം അവൈലബിൾ സമയത്ത് ഡയഗ്നോസ് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ഇഞ്ചക്ഷൻ്റെ വേദന പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല, അനുഭവിക്കേണ്ടി വന്നില്ല. ആ രീതിയിൽ എന്നെ സുഖപ്പെടുത്തിയത് എൻ്റെ ഗുരുവാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ അസുഖം തുടങ്ങി ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എനിക്കന്ന് മറ്റ് അയിൽമെൻ്റൊന്നും ഇല്ല, നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് 1-2 ദിവസം എനിക്ക് ജന്നിയെ കാണണമെന്ന്, ശിഷ്യപൂജിത ഗുരുവിനെ കാണണമെന്നുള്ള അതിയായ മോഹം. ഞാൻ ആദരണീയ ജന്മനാ ജന്യെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ആശ്രമത്തിൽ നിന്നും ജന്നി ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്, അനുവാദം വേണം. അപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും യാത്ര വരണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര ദുഃഖം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മരാജൻ്റെ വീണ്ടും കോൾ. എന്താ പറയുക, മാമൻ എന്നെ ഫോൺ എടുക്കും, ജന്നി വീഡിയോ കോൾ വരുന്നുണ്ടെന്ന്. മനസ്സിലായി? ആ ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ കാഠിന്യത്തിൽ, ആ സന്തോഷത്തിൽ ഞാൻ കണ്ണ് നിറഞ്ഞുപോയി, മനസ്സ് നിറഞ്ഞുപോയി. അപ്പോൾ വീഡിയോ കോളിൽ ജന്നി വന്നിട്ട് ജന്നിയുടെ നിഷ്കളങ്കമായ സന്തോഷമുള്ള ചിരിയിലൂടെ എന്നെ അങ്ങേയറ്റം ആശ്വസിപ്പിച്ചു. മാമൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാകും, സമാധാനമായിട്ടിരിക്കുക, സുഖമായിട്ട് വന്നാൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു. എപ്പോഴും പിന്നെ 1-2 ദിവസം തന്നെ വിടുന്ന, എല്ലാ ദിവസവും ഒന്നുമില്ല, അല്ല ഓൾട്ടർനേറ്റ് ഡേയ്സ് ജന്നി എന്നെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ ആ മഹാകാരുണ്യം ഞങ്ങളോട് പങ്കുവയ്ക്കുന്ന സന്തോഷമുണ്ട്.
ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആരോഗ്യവാനായിട്ട് ഇപ്പം നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. ഈ വാക്കുകൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ പാദപത്മങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുശരണം. സദ്ഗുരുശരണം. 1984 പ്രഭാതത്തിൽ സന്യാസ ദീക്ഷ വളരെ ശ്രമപ്പെട്ടെങ്കിലും ഒന്ന് കാണാനുള്ള ഒരു മഹാഭാഗ്യം ഗുരു എനിക്ക് തന്നു. പിന്നെ നമ്മുടെ ശ്യാം സാർ പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ പുനരുജ്ജീവന കാരുണ്യം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാദപത്മങ്ങളിൽ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഔപചാരികതയാണ്. പക്ഷെ എപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവം, അത് അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു അനുഭവമുണ്ട് ഗുരുവും ഞാനുമായിട്ടുള്ള. വളരെ ഒരു 40 വർഷത്തിന് മുമ്പുള്ളതാണ്. അത് ഞാൻ ഗുരുവിനോട് പറയുകയും ചെയ്തതെന്ന്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാരുണ്യ ഭിക്ഷയിൽ ജീവിക്കുന്ന ചില മനുഷ്യരിലൊരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ നമ്മുടെ സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയുണ്ട്, സർവാദരണീയ സ്വാമി സ്നേഹാത്മ ജ്ഞാന തപസ്വിയുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്വാമിമാരുമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം ഗുരു പലപ്പോഴും തന്നിട്ടുണ്ട്. ഇവിടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജനനിമാർ ഈ 84 9 ദിവസത്തെ സത്സംഗ പ്രഭാഷണം ഗുരുമുഖത്തു നിന്ന് നേരിട്ടുള്ള ആജ്ഞ അനുസരിച്ച് ചെയ്ത വ്യക്തികളിൽ ഇപ്പോൾ സാക്ഷ്യം പറയാനുള്ള ഒരാൾ വേറെ അധികം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇവിടുന്ന് പോയി, ചിലർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അന്ന് ഇന്നാരൊക്കെ സംസാരിക്കട്ടെന്ന് പറഞ്ഞതും ഗുരു തന്നെയാണ്. ഇന്ന വിഷയം പറയണമെന്ന് പറഞ്ഞതും ഗുരു തന്നെയാണ്. അങ്ങനെ 9 ദിവസത്തെ സത്സംഗം നടന്നു. ഇപ്പോൾ ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഇവിടെ പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും. അതിൽ ഗുരുമുഖത്ത് നിന്ന് കേട്ട അറിവും പുസ്തക പാരായണം കൊണ്ട് കിട്ടിയ അറിവും ഇത് രണ്ടും സമന്വയിപ്പിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം ചുരുങ്ങിയ സമയം കൊണ്ട്. നമ്മൾ ഗുരുവാണി വായിക്കുമ്പോൾ അനവധി ഭാഗങ്ങളിൽ ഈ രംഗം ഗുരു പറഞ്ഞിട്ടുണ്ട്. 1892 ഡിസംബർ മാസം 25-ാം തീയതി 29 വയസ്സുള്ള ഒരു യുവാവ് കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിന് അടുത്തുള്ള കടൽ നീന്തിക്കടന്ന് ആ പാറക്കെട്ടിപ്പോയിരുന്ന് ധ്യാനം ചെയ്തു. 25-ാം തീയതിയും 26-ാം തീയതിയും 27-ാം തീയതിയും അദ്ദേഹം അവിടെ പോയിരുന്ന് ധ്യാനം ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഗുരു പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടുന്ന് ഗുരു കന്യാകുമാരി പോയപ്പോൾ ദർശനമുള്ള ഒരു ജനനിക്ക് സ്വാമി വിവേകാനന്ദൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ഭൂലോകം തന്നെ
ഞാൻ ആ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചേനെ എന്നും. ഇത് രണ്ടും കൂടെ ഞാൻ സമന്വയിപ്പിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായി പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ്. അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതും, നിന്നെ കാണുന്നത് പോലെ വ്യക്തമായി ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതും, പിന്നെ വിവേകാനന്ദൻ്റെ അച്ഛനൊക്കെ മരിച്ച് അദ്ദേഹം ദാരിദ്ര്യത്തിലായപ്പോൾ നിവൃത്തിയില്ല എന്ന് പരമഹംസനോട് പറയുമ്പോൾ, നീ അത് അവിടെ പോയി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ, വിവേകാനന്ദന് പോയി പ്രാർത്ഥിക്കുമ്പോൾ സങ്കല്പിക്കാൻ തോന്നിയത് ജ്ഞാനം തരണേ, അറിവ് തരണേ, വൈരാഗ്യം തരണേ എന്നായിരുന്നു. ഗുരു പറഞ്ഞയച്ചത് നിൻ്റെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഈ പ്രാരാബ്ദങ്ങൾ മാറണേന്ന് അവിടെ പോയി പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞു. പക്ഷേ വിവേകാനന്ദ സ്വാമിക്ക് തോന്നിയത് ജ്ഞാനം തരണേ, അറിവ് തരണേ, വൈരാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നെ പരമഹംസൻ സമാധിയായി. അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഇത്രയും സമയത്തിനുള്ളിലല്ല, പല ദിവസങ്ങളിൽ പറയേണ്ട കാര്യങ്ങളാണ് ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടുള്ളത്. എന്തായാലും 1892 ഡിസംബർ മാസം 25, 26, 27 തീയതികളിൽ ധ്യാനം ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിക്കാഗോയിലോട്ട് പോവുകയാണ്, ജനുവരിയിൽ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ ഈ സംഭവങ്ങളെ കൂട്ടിയിണക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വരികൾക്കിടയിലൂടെ വായിക്കണം. സ്വാമി വിവേകാനന്ദൻ അവിടെ ഇരുന്ന് 3 ദിവസം ധ്യാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ അറിവ് കൊടുത്തത് ഏത് സൂക്ഷ്മശക്തിയായിരുന്നു. നമ്മുടെ ഗുരുവും ശിഷ്യഭൂഷിത ഗുരുവും കന്യാകുമാരിയിൽ അനവധി ജന്മങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരു അവിടെ വളരെ അവശനായി നടന്നപ്പോൾ കൂടെ നടന്ന് സേവനം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കന്യാകുമാരി ദേവി അവിടെ ഇരിക്കുമ്പോൾ മൂക്കുത്തിയിലെ പ്രകാശമല്ല, അത് ജ്ഞാന ഒളിയാണ് ഈ കപ്പലിൽ വന്നത് കണ്ടെന്ന് ഗുരുമുഖത്തു നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അനവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കന്യാകുമാരിയും ഗുരുവുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. എല്ലാ പൂർത്തീകരണവും കഴിയുമ്പോൾ ഗുരു കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ഇങ്ങനെ അനവധി സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദന് ഈ അറിവ് കൊടുത്തത് ആര്? നമ്മളെല്ലാവരും ചിന്തിക്കണം. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലൊക്കെ പോയി. പക്ഷെ ആ ഗുരുശിക്ഷ ബന്ധം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഗുരുമുഖത്തുനിന്ന് കേട്ടതാണ്. ഗുരു ശുശ്രൂഷ ചെയ്യാൻ അനവധി പേരുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസന്. പക്ഷേ പാത്രത്തിലിരുന്ന പഴുപ്പെടുത്ത് കുടിക്കാൻ തോന്നിയത് വിവേകാനന്ദന് മാത്രമായിരുന്നു. ഗുരുമുഖത്തൊന്ന് ഞാൻ കേട്ട അറിവ്, നമ്മുടെ സ്വാമിയെല്ലാം കേട്ടിട്ടുള്ള സ്വാമി അവസാന കാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസന് ഒരു വേദന, വലിയ കടുത്ത വേദന വരുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അദ്ദേഹം തുപ്പിയ ആ പഴുപ്പ് ഒരു പാത്രത്തിലിരിക്കുകയാണ്. അതാണ് ഗുരു പറഞ്ഞത്. ആ പഴുപ്പെടുത്ത് കുടിക്കാൻ തോന്നിയത് വിവേകാനന്ദന് മാത്രമായിരുന്നു. ഇതാണ് വിവേകാനന്ദനും ഗുരുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ പലതവണ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച് സംസാരിച്ച ആളാണ് വിവേകാനന്ദ സ്വാമി. അങ്ങനെ അദ്ദേഹം ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്ന
ഈ വിദേശീയരുടെ മുന്നിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, എൻ്റെ ഈ ഭൗതികമായ ഈ അറിവ്, ശാസ്ത്രജ്ഞാനം എല്ലാം കൂടെ ഈ അറബിക്കടലിൽ കൊണ്ടുവന്ന് കളയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഡ അൻസൽ എന്ന് പറയുന്ന ഒരു മദാം അവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകയാണ് ആ അമ്മ. അവർ പറഞ്ഞ്, അങ്ങനെയല്ല സ്വാമി, അങ്ങക്ക് ഈ ഭൗതിക ശാസ്ത്രത്തിൽ എന്ത് അറിവാണ്? കെമിസ്ട്രി ചോദിച്ചാൽ അതിൻ്റെ അപ്ഡേറ്റഡ് നോളജ് അങ്ങ് പറയും, ഫിസിക്സ് ചോദിച്ചാൽ പറയും, എന്ത് ശാസ്ത്രീയ ശാഖയിലുള്ള വിഷയം ചോദിച്ചാലും അങ്ങ് പറയും. അങ്ങയുടെ അറിവിനെ ഞങ്ങൾ എത്ര മാനിക്കുന്നെന്ന് അങ്ങൾക്കറിയാമോ? അങ്ങിപ്പോൾ ഈ അറിവെല്ലാം കൊണ്ട് അറബിക്കടലിൽ കളയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നു എന്ന് പറയുന്നു. അത് അങ്ങനെയല്ല സ്വാമി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാനത് ഇംഗ്ലീഷിൽ തന്നെ പറയുക. ഇറ്റ്സ് ബിക്കോസ് യു ആർ ആൻ ഇഡിയറ്റ് ജസ്റ്റ് ലൈക്ക് മീ എന്നാണ് സ്വാമി വിവേകാനന്ദന് മറുപടി പറഞ്ഞത്. ഇറ്റ്സ് ബിക്കോസ് യു ആർ ആൻ ഇഡിയറ്റ് ജസ്റ്റ് ലൈക്ക് മീ. എൻ്റെ ഗുരുവുണ്ട്, അദ്ദേഹത്തിന് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല. പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ ചെരുപ്പിലെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഈ പണ്ഡിത സദസ്സ്, ഈ വിദേശികളായ പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ പറയാനുള്ള ആ മനസ്സ് അത് വിവേകാനന്ദ സ്വാമിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്? ഇന്ന് ലോകത്ത് ഇന്ത്യയിലെ സന്യാസി എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് എല്ലാവർക്കും വിവേകാനന്ദ സ്വാമിയാണ്. വിവേകാനന്ദ സ്വാമിയെക്കാളും ആത്മീയമായി ഉയർന്ന എത്രയോ സന്യാസിമാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയുമല്ല, വിവേകാനന്ദ സ്വാമിയാണ്. എന്തുകൊണ്ടാണ്? തൻ്റെ ഗുരുവിനെ ഈ ലോകത്തുള്ള സകലമാന മനുഷ്യരും, അമേരിക്കയിലും ജപ്പാനിലും എല്ലാ സ്ഥലത്തും പോയി എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് ആ ഗുരുവിനെ പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണ് ഈ ലോകം അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയത്. ആരാധന. ഇതിനകം പറഞ്ഞ് പൂർത്തിയാക്കാം. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഗുരുവിനെ ഈ ലോകത്തിൻ്റെ മുൻപിൽ സകല സത്യസന്ധതയോടും കൂടി നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. ഗുരുവിനെ ഒളിപ്പിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനൊരു ഉദാഹരണമുണ്ട്. അത് പക്ഷേ ഇപ്പോൾ പരസ്യമായി പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതും ഗുരുമുഖത്ത് എന്ന് തന്നെ ഞാൻ അറിഞ്ഞതാണ്. പക്ഷേ അത് പറഞ്ഞാൽ വളരെ വിവാദങ്ങളുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് മ്ലേച്ഛത സംഭവിക്കും. ആ മ്ലേച്ഛത കണ്ട് വേദനിക്കുന്ന ഒരു സമൂഹമാണ് ശാന്തിഗിരി സമൂഹം. അതെന്തെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വിവേകാനന്ദൻ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. ഇനി ശ്രീരാമകൃഷ്ണ പരമഹംസന് ഒരു ഗുരുവുണ്ടായിരുന്നു. അദ്ദേഹം കാളി ഭക്തനായി കാളി പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ട് വാളെടുത്ത് തൻ്റെ കഴുത്ത് വെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ ലോകം അദ്ദേഹത്തിനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. നമ്മളൊരു പടം കണ്ടിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഈ മുണ്ട അഴിച്ചിങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു പടം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ഗുരു ചോദിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഭക്തോന്മാദം വരുന്ന അവസ്ഥയാണത്. അങ്ങനെ അദ്ദേഹം ഓടി, കൃഷ്ണ നീ എവിടെയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു വലിയ ഒരു കൊക്കയിലോട്ട് ചാടാൻ തുടങ്ങിയപ്പോൾ കൂടെ നിന്ന് ഒരു പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് ഭക്തോന്മാദം വന്ന് കാളീദേവിയുടെ അകത്ത് കയറി ആ പ്രസാദവും കാളിക്കും കൊടുത്ത് അദ്ദേഹവും കഴിച്ചിരിക്കും. ഈ ശാരദാ മണിദേവി എന്ന് പറയുന്ന അമ്മ വിശന്ന് വൈകിട്ട് വരെ ഇരിക്കും.
അപ്പോഴാണ് തോതാപുരി എന്നും നഗ്നൻ എന്നും അപരനാമധേയമുള്ള അദ്ദേഹം അതുവഴി വന്നിട്ട് ഒരു കുപ്പിച്ചില്ലെടുത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ നെറ്റി കീറി ആ രക്തം കാളിക്ക് കൊടുത്തിട്ട് നീ ഇത് കുടിച്ച് തൃപ്തിയായിക്കോ, ഇവനെ വിട്ടുകള എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ. എന്നിട്ട് ശാരദാമണി അമ്മയോട് പറഞ്ഞു, ശിരസിൽ ഈ ജലം ധാര ചെയ്ത് ഇവൻ്റെ ശിരസ് തണുപ്പിക്കണം. അങ്ങനെ ഒരു പ്രസവിച്ച കുഞ്ഞിനെ ഒരു അമ്മ വളർത്തിയെടുക്കും പോലെ ശിരസിൽ ധാര ചെയ്ത് അദ്ദേഹത്തിന് സ്വബോധം കൊണ്ടുവന്ന് വരുത്തിയതിന് ശേഷമാണ് പരമഹംസൻ പറയുന്നത്, നീ എൻ്റെ ധർമ്മപത്നിയല്ല, നീ എൻ്റെ മാതാവാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊണ്ടുവച്ചിട്ട് പോകുമ്പോൾ അത് അവിടുത്തെ പരിചാരികയാണെന്ന് വിചാരിച്ച് ശ്രീരാമകൃഷ്ണ ഹംസൻ ഇടി അതിനെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ശാരദാമണി അമ്മയായിരുന്നു. അദ്ദേഹത്തിന് അടങ്ങാത്ത സങ്കടം വന്നെന്നാണ്, ഞാൻ എടിയെന്ന് വിളിച്ചു പോയല്ലോ എന്ന്. ധർമ്മഭക്തിയാണ്, പക്ഷെ ഞാൻ എടിയെന്ന് വിളിച്ചു പോയല്ലോ എന്ന് അദ്ദേഹം ദുഃഖിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതെൻ്റെ അമ്മയാണ്. ഒരു ശിശുവിനെ അമ്മ പരിചരിക്കും പോലെ പരിചരിച്ചില്ലെങ്കിൽ ഞാനും ജീവനോടെ ഇരിക്കില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ഇങ്ങനെയൊക്കെയുള്ള പവിത്രമായ പരമോന്നതമായ സന്ദർഭങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ബ്രഹ്മചാരിണികൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗുരു ഈ സത്സംഗം തുടങ്ങിയത് അന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ നമ്മുടെ ജന്യു മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൂ. സ്വീകരിക്കുന്നവരോട് സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നമ്മളുടെ കഴിവല്ല, നോട്ട് ഓൺ അവർ മെരിറ്റ് ബട്ട് ഓൺ ഹിസ് മേഴ്സി എന്ന് പറയുന്ന ആ ഒരു വാക്യമായിട്ട് ഗുരുവിൻ്റെ കാരുണ്യമാണ്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ളതുണ്ടെങ്കിൽ അത് ഗുരുവിൻ്റെ കാരുണ്യമാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ ആദ്യത്തെ ദീക്ഷ കാണാൻ കഴിഞ്ഞ എനിക്ക് ഇങ്ങനെയുള്ള ഒരു സന്ദർഭവും മഹാഭാഗ്യവും എൻ്റെ ഗുരു തരുന്നു. അതിൽ ഞാൻ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ഞാൻ ഗുരുവെന്ന് മാത്രം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും എനിക്കൊരു ഗുരുവുണ്ട്. ആ ഗുരു ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിൽ കയറിയിരുന്നാൽ എൻ്റെ ഗുരുവല്ലാതാവില്ല. ഗുരു ഇവളെ എന്തു പ്രായമുണ്ട് എന്നൊരമ്മയോട് ചോദിച്ചു, അമൃതാജന്യെ നിർത്തിക്കൊണ്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, അമ്മ ഉയർന്ന കുലത്തിലുള്ളൊരമ്മയായിരുന്നു. ഒരു 30 വയസ്സിൻ്റെ അടുപ്പിച്ച് വരും ഗുരുവേ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ മുത്തശ്ശിയുടെ 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 പ്രായമെന്ന് ഗുരു പറഞ്ഞു. എന്നിട്ട് ഗുരു ചോദിച്ചു, ഇവളാണോ പെണ്ണോ എന്ന് ചോദിച്ചു. അത് ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നുന്നത് ഗുരുവേ എന്ന് പറഞ്ഞു. ഒരു വയസ്സായ അമ്മയാണ്. ഇല്ല, അവളാണുമല്ല പെണ്ണുമല്ല. ഇതെൻ്റെ ഗുരു പറയുന്നത് അടുത്ത് നിന്ന് കേൾക്കാൻ ഒരു ഭാഗ്യമുണ്ടായ ഞാനാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആണുമല്ല പെണ്ണുമല്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സിദ്ധന്മാർ പറഞ്ഞാൽ. അതിനൊന്നും നമുക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഈ ബ്രഹ്മചാരിണികൾ കുട്ടികൾ, എനിക്ക് വളരെ മനസ്സിന് ആശ്വാസവും അതേസമയം ഉത്കണ്ഠയും തരുന്ന ഒരു രംഗമാണത്. ഉത്കണ്ഠ എന്തുകൊണ്ട്, ആശ്വാസം എന്തുകൊണ്ട്, ഇതൊക്കെ പറയാൻ നമുക്കിപ്പോൾ സമയമില്ല. പക്ഷേ ഇവിടെ നേരത്തെ ഉള്ള പ്രാർത്ഥന പോലെ ആർക്കും വഴിതെറ്റാതെ, ആരുടെയും ബുദ്ധി വഴിതെറ്റിക്കാതെ, ഗുരുവിൻ്റെ ഭക്തിയിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പരമ്പരയായി ഗുരുവിൻ്റെ പാദസേവ ചെയ്ത് കഴിയാൻ ഉള്ള മഹാഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സദ്ഗുരു ശരണം. കഴിഞ്ഞൊരു ഏതാണ്ടൊരു മണിക്കൂറായി ഇന്നത്തെ ഈ സത്സംഗത്തിൽ ശ്രവിക്കുന്നത് ഡോക്ടർ ശ്യാംപ്രസാദിനെയും ഡോക്ടർ എസ് സോമനാഥൻ സാറിനെയുമാണ്. അവർ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുകയില്ല.
ഇന്നത്തെ ഈ സദസ്സ് ആ, വലിയൊരു ഗുരുകാരുണ്യമാണ്. എല്ലാ സത്സംഗവും ഗുരുകാരുണ്യമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ആശ്രമം പ്രസിഡൻറ്റും ജെന്നിയും സ്നേഹാത്മസ്വാമിയും എല്ലാം ഉള്ള ഈ ദിവസം ശ്യാം സാറും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ ഇന്ന് സംസാരിച്ചത് ഭയങ്കര വലിയൊരു കാര്യമായി തോന്നുന്നു. ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ് സോമനാഥ് സാറ് സംസാരിച്ചത്. അത് ഗുരുവും ശിഷ്യനും രണ്ടും പൂരകമായി നിൽക്കുന്ന കാര്യമാണ്. നരേന്ദ്രൻ എന്നെ തോളിൽ ചുമന്ന് എവിടെ കൊണ്ടുപോയാലും ഞാൻ അവിടെ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഗുരുവും, ഗുരുവിൻ്റെ നാമം പോലും പറയാൻ പ്രയാസപ്പെടുന്ന, അത് സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ആ പേര് പറയാൻ പോലും ഞാൻ അർഹനല്ല എന്ന് കരുതുന്ന വിവേകാനന്ദ സ്വാമിയും, ചെന്നൈയിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ ദേവീദേവന്മാരുടെയൊക്കെ ചിത്രം കണ്ട് മുന്നോട്ട് പോകുന്ന സ്വാമി വിവേകാനന്ദൻ പെട്ടെന്നൊരു ചിത്രത്തിൻ്റെ മുന്നിൽ നിന്ന് വളരെ വികാരത്തോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന ഒരു രംഗമുണ്ട്. അതാരാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് ഇതെൻ്റെ ഗുരുവാണ് എന്നും ആ പേര് പറയാൻ പോലും ഞാൻ അർഹനല്ല എന്നും വിവേകാനന്ദ സ്വാമി പറയുന്നത്. വിവേകാനന്ദ സ്വാമി ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുമൊക്കെ സോമനാഥൻ സാറ് പറഞ്ഞതാണ്. ഞാനൊരു ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. സമയത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല, അതിന് ഞാനിന്ന് ശ്യാം സാറിൻ്റെ സംസാരത്തിന് ശേഷമൊക്കെ കുറച്ച് ഒരു അഫക്റ്റഡാണ്. ശിഷ്യപൂജിത പറഞ്ഞിട്ടുണ്ട്, പല ഗുരുക്കന്മാരും വളരെയധികം പ്രാഗൽഭ്യമുള്ള ആത്മീയമായ ഉയർന്ന ഗുരുക്കന്മാരുണ്ടെങ്കിലും ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ നിലയിൽ നിൽക്കുന്ന ആ ഗുരു ബേലൂർ മഠം മുന്നോട്ട് പോയത് ഒരു ശിഷ്യനുള്ളത് കൊണ്ടാണ്. ആ ശിഷ്യൻ വെറുമൊരു ശിഷ്യനാകാൻ കഴിയില്ല. അത് സോമനാഥ് സാർ പറഞ്ഞതുപോലെ ആ പഴുപ്പെടുത്ത് കഴിക്കുവാൻ, ആ പഴുപ്പെന്ന് പറയുന്നത് ഒരു തീർത്ഥമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവും കഴിവും പ്രാപ്തിയുമൊക്കെ ഉള്ള ഒരു ശിഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പരമ്പര മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നും ആ സന്യാസി പരമ്പര ലോകത്തെ പല ആളുകളും വന്ന് അവരുടെ സന്യാസത്തെക്കുറിച്ചും ആത്മീയ കാര്യത്തെപ്പറ്റിയും ചോദിച്ചറിയുന്ന ഒരു രീതിയുണ്ട്. ഞാൻ കുറച്ചു കാലം മുമ്പ് മാരിവാനീസ് കോളേജിലെ അച്ഛന്മാർ, സുഹൃത്തുക്കളായ ചില അച്ഛന്മാർ അവിടെയുണ്ട്. അപ്പോൾ അവരോട് സന്യാസത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. നമ്മുടെ ഈ ആത്മവിദ്യാലയത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ മാരിവാനീസ് തിരുമേനിയുടെ കാര്യവും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ആ സന്യാസിമാർക്കൊരു ഇൻറ്റേൺഷിപ്പുണ്ട്. അത് കമ്പൽസറിയായി ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണ മഠത്തിലാണ്. ആ സന്യാസമാണ് കണ്ടുപഠിക്കേണ്ടതെന്നാണ് മാരിവാനീസ് തിരുമേനി ആ സന്യാസിമാരോട് പറഞ്ഞിട്ടുള്ളത്. ബദനി ആശ്രമം എന്നാണ് പേര്. ബദനി അങ്ങനെ ആശ്രമം എന്ന പേര് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്നതിനൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്. ആ ശിഷ്യൻ, പ്രാപ്തനായൊരു ശിഷ്യൻ തന്നോളം എത്തിക്കുന്ന ഗുരുവും ആ കാര്യം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു പരമ്പരയാണ് നമ്മുടേത്. അങ്ങനെ ആ പ്രാപ്തിയിലെത്തുന്നതും അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നതുമായ ഒരു ഗുരു നമുക്കുണ്ട്. ശിഷ്യപൂജിതയെ ഗുരു തന്നോളം എത്തിക്കുന്ന ആ ഒരു ഏറ്റവും മഹത്തായ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരമ്പരയുമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെയും വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മളുടെ പരമ്പരയിൽ ഏറ്റവും പ്രസക്തമായി വരുന്നത്. നേരത്തെ ശ്യാം സാർ പറഞ്ഞു, ഒരു ലോകത്തിന് വേണ്ടി മാത്രം, അതാണ് ത്യാഗം. ത്യാഗത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ സാർ തന്ന. ലോകത്തിന് വേണ്ടി, സ്വയമായിട്ടുള്ള ഒന്നിനുമല്ലാതെ ഞാനെന്ന ചിന്തയില്ലാതെ ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി നന്മ പ്രവർത്തിക്കുന്ന ശിഷ്യപൂജിതരെ ആ ഒരു അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ
എന്തുമാത്രം ത്യാഗമാണ് അതിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ശിഷ്യൻ്റെ പ്രസക്തി ഒരു പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ളതിൽ നമുക്ക് വിവേകാനന്ദ സ്വാമിയിൽ നിന്ന് പഠിക്കുവാൻ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പരമ്പരയിൽ അതുമായി നോക്കുമ്പോഴാണ് ശിഷ്യപൂജിതയുടെ ത്യാഗത്തെക്കുറിച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് സാറിൻ്റെ ഈ ഒരു തീം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ശ്യാം സാറ് പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. സന്യാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് ത്യാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ത്യാഗവും ഗുരുവിൻ്റെ ത്യാഗത്തോടൊത്ത് നിർത്താൻ കഴിയുന്നതും ഗുരുവിനോടുള്ള അതിയായ സ്നേഹവും, ആ അതിയായ സ്നേഹം തന്നെയാണ് ഭക്തിയും. അപ്പോൾ ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ പ്രസക്തിയും നമ്മുടെ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ കൂടി രണ്ട് ഡോക്ടർമാരും പറഞ്ഞ അതേ കാര്യം, നമ്മുടെ സന്യാസി സഭയ്ക്കും ബ്രഹ്മചാരി സംഘത്തിലുള്ള എല്ലാവർക്കും ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഗുരുനിർദ്ദേശപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അതിലൂടെ ഗുരുവിൻ്റെ വാക്കും ഗുരുവിനെക്കുറിച്ചും ലോകം മുഴുവനും അറിയിക്കുവാനും അങ്ങനെ ലോകത്തുള്ള എല്ലാവരെയും ഗുരുവിൻ്റെ വഴിയിലേക്ക് എത്തിക്കുവാനും കഴിയുമാറാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ തൃപാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവീശൻ.